ഇന്ന് നമുക്ക് തഞ്ചാവൂരിൻ്റെ കഥയായാലോ. പണ്ട് പണ്ട് കാവേരി നദിയുടെ അടുത്ത് ഒരു കൃഷിക്കാരൻ അറിയാണ്ട് കയ്യിൽ നിന്നൊരു വിത്ത് മണ്ണി വീണ അവിടുത്തെ ആൾക്കാർ പറയും അടുത്ത ദിവസം അയാൾ പോകുമ്പോഴേക്കും അവിടെ ഒരു വിത്ത് മുളച്ചിട്ടുണ്ടാവുമെന്ന്. അത്രയും ഫലഭൂയിഷ്ടമായുള്ളൊരു സ്ഥലമായിരുന്നു നമ്മുടെ തഞ്ചാവൂർ. അവിടെ പിന്നീട് ഒരു വലിയൊരു സാമ്രാജ്യം ഉണ്ടായി, ചോളരാജ്യം. അതിൻ്റെ രാജാവായിരുന്നു രാജരാജ ചോളർ. ആൾ നദിയുടെ അടുത്തിരുന്ന് സ്വപ്നം കാണുമായിരുന്നു. എല്ലാവരെക്കാളും വലിയ വലിയ സ്വപ്നം കാണുന്ന ഒരാളായിരുന്നു രാജരാജ ചോളർ. ആൾ സ്വപ്നം കണ്ടു വലിയ ഒരുപാട് ഉയരമുള്ള ഒരു അമ്പലം പണിയണം, സ്വർഗത്തിൽ നിന്ന് ദൈവങ്ങൾ നോക്കുമ്പോൾ അവർ ഞെട്ടി സന്തോഷിക്കണം. അങ്ങനെ ആൾ ഒരു അമ്പലം പണിതു, ബിഗ് ടെമ്പിൾ. ഒരുപാട് കല്ലും ഒരുപാട് പണിക്കാരും അവരൊക്കെ പണിയെടുത്ത് കുറേ ശില്പങ്ങളൊക്കെ പണിത് കുറേ കാർവിംഗ് ഒക്കെ വെച്ച് ഒരു അമ്പലം ഉണ്ടാക്കി. എൻ്റെ അമ്മോ ഞെട്ടി, അത്രയും ഉയരമായിരുന്നു. ആ ഉയരം കണ്ട് അവിടുത്തെ ആൾക്കാരന്ന് പറഞ്ഞു, എൻ്റെ അമ്മോ ഇത്രയും വലിയ ഒരു അമ്പലം അല്ലെങ്കിൽ ഇത്രയും ഉയരമുള്ളൊരു സംഭവം ഇതുവരെ കണ്ടിട്ടില്ല. അതിനേക്കാൾ വലിയ അത്ഭുതമുള്ളൊരു കാര്യം എന്താണെന്നറിയോ? ഇത്രയും വലിയ അമ്പലത്തിൻ്റെ മുകളിലൊരു വലിയൊരു കല്ല് വെച്ചു. അത്രയും ഭാരമുള്ള കല്ല് ഒരിക്കലും മനുഷ്യന്മാരെ കൊണ്ട് പറ്റില്ല. അപ്പം കുറേ പേര് കുറേ കഥകൾ പറഞ്ഞു. അതായത് വലിയൊരു റാമ്പ് കെട്ടി അതിൻ്റെ മുകളിൽ ആന ഈ കല്ല് വലിച്ച് കയറ്റിയിരുന്നു. അതേപോലെ തന്നെ വേറെ കുറേ കഥകളുണ്ട്. ദൈവങ്ങൾ സ്വന്തമായിട്ട് ഇവിടെ വന്ന് അതിനു വേണ്ടി ഹെൽപ്പ് ചെയ്തു എന്ന്. അല്ലാണ്ട് പിന്നെ എങ്ങനെയാണ് ഇത്രയും വലിയ കല്ല് അത്രയും വെയിറ്റ് ഉള്ളത് എങ്ങനെയാണ് മുകളിലേക്ക് കയറ്റി വയ്ക്കുന്നത്? പറ്റൂലല്ലോ. അല്ലെങ്കിൽ എങ്ങനെ നിങ്ങൾ പറ. പിന്നെ അതിൽ കുറേ കാർവിങ്സ് ഉണ്ടായിരുന്നു. 108 ഭരതനാട്യം പോസസൊക്കെ അതിലുണ്ട്. അത്രയും ക്ലിയറാണ് അതിൻ്റെ ഉള്ളിൽ ആ ഒരു കാർവിങ് ഉള്ളത്. അത് നോക്കി ഇപ്പോഴും ക്ലാസിക്കൽ ഡാൻസേഴ്സ് അതിൽ നിന്ന് പഠിക്കുന്നുണ്ടെന്നാണ് സത്യം. പിന്നെ അതിൻ്റെ ഉള്ളിൽ വലിയൊരു ശിവലിംഗമുണ്ട്. അത്രയും വലുതാണ്. അതിൻ്റെ ഉള്ളിൽ വിളക്ക് കത്തിച്ച് കഴിഞ്ഞാൽ ആ അമ്പലത്തിൻ്റെ ഉള്ളിൽ എല്ലായിടത്തും അതിൻ്റെ പ്രകാശം വരുന്നതാണ് പറയണത്. അത്രയും ഭംഗിയാണത് കാണാനായി. വേറെയുണ്ട് അത്ഭുതം. ഇതിൻ്റെ വിമാനം, അതിൻ്റെ മുകളിലേക്കുള്ള ടവർ ഉണ്ടല്ലോ, അതിൻ്റെ നിഴൽ താഴത്തോട്ട് കാണില്ല ഉച്ചയ്ക്ക്. ആൾക്കാരെന്താ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യഭഗവാൻ തന്നെ അത് കണ്ടിട്ട് നമിക്കുന്നു ഉച്ചയ്ക്ക് എന്നാണ് പറയുന്നത്. അങ്ങനത്തെ ഒരു അത്ഭുതം അവിടെയുണ്ട്. പിന്നെ ഈ രാജരാജ ചോളർ അന്നത്തെ കാലത്ത് അമ്പലത്തിന് ആളുടെ പേര് ഇതുവരെ കൊടുത്തിട്ടില്ല. കാരണം ആൾക്ക് അത് ശിവന് വേണ്ടിയിട്ട് പണിതാണ്, അത് ശിവൻ്റെ അമ്പലമെന്നാണ് ആൾക്ക് ആഗ്രഹം. അങ്ങനെയാണ് അറിയപ്പെടേണ്ടത്. പക്ഷേ അവിടുത്തെ രാജ്യത്തിലുള്ള ആൾക്കാർക്ക് ഈ രാജാവിനോട് ഭയങ്കര സ്നേഹമായുണ്ട്. അവരായിട്ട് തന്നെ രാജരാജേശ്വരം എന്നാണ് ആ അമ്പലത്തിനെ വിളിച്ചിരുന്നത്. അതായത് ഈ ടെമ്പിള് എപ്പോഴും കിങ്ങിൻ്റെയും അതേപോലെ ദൈവങ്ങളുടെയും ഒരുമിച്ച് സ്വന്തമാണ്, അങ്ങനെയാണ് അവർ പറഞ്ഞിരുന്നത്. പിന്നെ ഏറ്റവും വലിയൊരു രസകരമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലെ കാർവിങ്സ് ഉണ്ടല്ലോ, അതിൽ ഡേ ടു ഡേ ലൈഫ് സാധനങ്ങളുണ്ട്. എന്തൊക്കെയാണെന്നറിയാവോ? എത്ര അരി സ്റ്റോറേജിലുണ്ട്, എത്ര ലാമ്പാണ് നമ്മൾ കത്തിച്ച് വെച്ചിട്ടുള്ളത്, ഡാൻസേഴ്സിനൊക്കെ എത്ര കാശാണ് കൊടുത്തിട്ടുള്ളത്. അതായത് 1000 വർഷങ്ങൾക്ക് മുമ്പുള്ള അക്കൗണ്ട് ബുക്കായിരുന്നു സത്യത്തിൽ. അതായത് പേപ്പറിലല്ലാണ്ട് കല്ലിൽ കാർവ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു അക്കൗണ്ട് ബുക്ക്. എന്തായാലേ അതൊക്കെ ഒന്ന് കാണണ്ടേ അവിടെ പോയിട്ട്. പിന്നീട് അവിടെ നായക്സ് വന്നു, മറാത്തക്കാർ വന്നു, ഈവൻ ഫോറിനേഴ്സ് വരെ അവിടെ വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. കോപ്പൻഹേഗനിലത്തെ കോയിൻ വരെ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നീട് വന്ന നായക്കും മാരാത്താസും വെറുതെ പോയില്ല കേട്ടോ. അവരവരുടേതായിട്ടുള്ള കുറച്ച് കയ്യൊപ്പം അതിൽ വെച്ചിട്ടുണ്ട്. ഈ അമ്പലത്തിൻ്റെ ഉള്ളിൽ ഒരുപാട് ഭയങ്കര ഭംഗിയുള്ള കളർഫുൾ ബ്രൈറ്റ് കളേഴ്സ് ഇട്ടിട്ടുള്ള ഇൻറ്റീരിയർ വന്നത് നായിക്ക് ചെയ്ത ഇൻറ്റീരിയറാണ്. അങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങൾ അവരും അവിടെ ഇറക്കിയിട്ടുണ്ട്. ഞാനവിടെ പോയി ഇതൊക്കെ നേരിട്ട് കണ്ട് അത്ഭുതപ്പെട്ട് വായും പൊളിച്ച് നിന്നു. നിങ്ങളപ്പോൾ എപ്പോഴാണ് പോകുന്നത്? പോകുമ്പോൾ മറക്കാണ്ട് വലിയ കോവിൽ അല്ല രാജരാജേശ്വരം എന്ന് പറഞ്ഞ അമ്പലവും ബാക്കി മ്യൂസിയവും രാജരാജ ചോളൻ താമസിച്ച സ്ഥലങ്ങളും എല്ലാം കാണണം കേട്ടോ. പിന്നില്ലേ തഞ്ചാവൂർ ഫേമസ് ആവാൻ കാരണം രാജരാജ ചോളൻ അമ്പലങ്ങളും മാത്രമല്ല, തഞ്ചാവൂർ പെയിൻറ്റിങ്സ്, വീണ, പാവ, തലാട്ടുന്ന പാവകളൊക്കെ ഇല്ലേ, അതൊക്കെ ഇവിടത്തെയാ. ഇന്ന് നമ്മൾ ആ പഴയ ആ ഒരു സിറ്റിയിൽ പോയാലുണ്ടല്ലോ, ഈ ഗോപുരവും നല്ല മുല്ലപ്പൂവിൻ്റെ മണവും വീണയുടെ സ്വരവും പണ്ടത്തെ പാടങ്ങളൊക്കെ കണ്ട് നല്ലോണം ആസ്വദിക്കാൻ പറ്റും. അതൊരു വെറൊരു സിറ്റിയാന്ന് പറയാൻ പറ്റില്ല. അതൊരു സ്റ്റോറി ബുക്ക് പോലെയാണ്, ഒരു കഥാ ബുക്കാണ്. അതിലെല്ലാം ഈവൺ ഒരു കല്ല് വരെ അവിടെ കഥ പറയും.